വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടും. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്മോൾ ഫാമിലിയാണ്. ഒരു പറ്റം കുട്ടികളും അവരുടെ വാപ്പയും ഉമ്മയും. ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നത് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്ക് കൊടുക്കാൻ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നു, ഹൈഫൈ ആയിട്ടുള്ള ഫുഡ് കാണിക്കുന്നു, ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള ജീവിതം. അത് ഞാൻ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും. ആ വീഡിയോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു എമൗണ്ട് ആണ് നമുക്ക് വന്നത്. 48 കോടി രൂപയോളമാണ് കിട്ടിയത്. ചിറകൾ വിടർത്തി പറക്കാൻ ആഗ്രഹിച്ച് എന്നെ നേരെ കൊണ്ടുപോയി ചേർത്തുന്ന അറബി കോളേജിലാണ്. പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നതാണ് ആരും അറിയാത്തത്. അക്യുപങ്ചർ എടുത്തു, ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ എടുത്തു, BSc സൈക്കോളജി അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുക്കാണ്. സീക്രട്ടൈസ് വെച്ചത് എന്തിനാണത് ഈ പഠിക്കാൻ പോണത്? എന്തിനാണോ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി 2 മക്കളെയും വെച്ചിട്ട് പഠിക്കാൻ പോണത്? അതിന്റെ ആവശ്യം എന്താണ്? മക്കളെ നോക്കിയിട്ടിരുന്നാ പോരെ? അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കും. എന്റെ ജീവിത വഴികളും എന്നോട് ആൾക്കാർ പെരുമാറിയതും ഏത് രീതിയിലൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ, അവരൊക്കെയാണ് ഞാനെന്ന ഈ നിലക്ക് ആള് മാറ്റിയത്. വീട്ടിലേക്ക് വരുമ്പോ തന്നെ ഒരു ബഹളമാണ്. 5 പിള്ളേരുടെ ഞാൻ ആഗ്രഹിച്ച് നേടിയതാണ്. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ മൊത്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. അതിന്റെ വ്യൂസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ക്യാപ്ഷനും എങ്ങനെയായിരുന്നു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതെങ്ങാണ്ട് 2.3 മില്യൺ എങ്ങാണ്ട് ആ വീഡിയോ പോയിട്ടുണ്ടായി. 3 കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. അതൊക്കെ വലിയ കാര്യമാണ്. അത്രയും വലിയ അത് മലയാളികൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. സീരിയസ്ലി ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നത് ഞാൻ പറയുന്നതും. അത് ഞാൻ ചെയ്യാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ചാനലിൽ നമ്മളൊരു ന്യൂസ് കാണുകയാണ്, ഇങ്ങനെ ഒരു കുട്ടിക്ക് സുഖമില്ല. അപ്പോൾ അതിൽ ആ മുഹമ്മദിൻ്റെ ചിരി കണ്ടപ്പോൾ എൻ്റെ മോനും ആ സമയം 4ാമത്തെ മോനും സെയിം അതേ ലുക്ക്, അതേ പ്രായം. അപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്ക് കൊടുക്കാൻ. കാരണം ഞാൻ അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന, അപ്പം ആർക്കും അറിയില്ല എനിക്ക് എന്താ പ്രയാസം. എൻ്റെ വീഡിയോ കാണുന്നു, ഹൈഫൈ ആയിട്ടുള്ള ഫുഡ് കാണിക്കുന്നു, ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള ജീവിതം. അത് ഞാൻ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ കയ്യിലൊരു വെപ്പൺ ഉണ്ട്. അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. മിനിമം 1 ലക്ഷം പേരെങ്കിലും ഞാൻ ഇട്ട ഒരു വീഡിയോ കാണും. അപ്പോൾ ആ കാണുമ്പോൾ എനിക്കൊരു വീഡിയോ ഒന്ന് 1 ലക്ഷം പേര് കണ്ടാലും 3000 രൂപയെങ്കിലും കിട്ടും. ആ പൈസ ഇനി കൂടുതൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഇത് കാണുന്നവരിൽ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ നമസ്കാരം കഴിഞ്ഞിട്ട്, അസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ഈ ചിന്തകൾ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, അത് കണ്ടിട്ട് ആരെങ്കിലും കൊടുത്താൽ അതിൻ്റെ കൂലിയും നമുക്ക് കിട്ടും. ആ വീഡിയോ ഞാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി, ഇതിൽ കിട്ടുന്ന പൈസ ഇവർക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ന്യൂസ് ചാനൽസിന് കിട്ടുന്ന വ്യൂസിനേക്കാളും ഏറ്റവും കൂടുതൽ വ്യൂസ് എൻ്റെ ആ ഒരു വീഡിയോയ്ക്കാണ് വന്നത്. ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ ചിലരോട് പോയി ആദ്യമായിട്ട് ബെഗ് ചെയ്തു, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് ഈ വീഡിയോ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുമോ, ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ആരും മൈൻഡ് ചെയ്തില്ല. വലിയ വലിയ ചാനലുകാരും ആ സമയത്ത് കത്തി നിൽക്കുന്ന ആൾക്കാരൊന്നും ബൂസ്റ്റ് ചെയ്യില്ല. പക്ഷെ ജനങ്ങളും പഠിച്ചവനും ബൂസ്റ്റ് ചെയ്തു. വല്ലാത്തൊരു ഷെയറിങ്. അതായത് പല മെഡിക്കൽ ഗ്രൂപ്പുകളിൽ ഒരിക്കലും വേറെ ഏത് വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ വരെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വന്നു. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ആ വീഡിയോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു എമൗണ്ടാണ് നമുക്ക് വന്നത്. പക്ഷേ ഈ വീഡിയോയും മൊത്തത്തിൽ സമൂഹത്തിൽ സ്പ്രെഡായപ്പോൾ അവർക്ക് 48 കോടി രൂപയോളമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ. പിന്നെ എനിക്ക് നിരന്തരം ഇതിൻ്റെ കോളായി, SMA ബാധിച്ച കുട്ടികളുടെ നിങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പൈസയിൽ നിന്നും 1 ലക്ഷത്തി സംതിങ് ഇമ്രാൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് കൊടുത്തു, നമ്മൾ നേരിട്ട് കൊണ്ട് കൊടുത്തു. പിന്നെ ലക്ഷദ്വീപിൽ നിന്നും ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആക്ച്വലി എനിക്ക് പേര് മറന്നുപോയി, അവർക്ക് 1 ലക്ഷം രൂപ. പിന്നെ തൃശ്ശൂരിൽ നിന്നും എന്തോ ചേച്ചീൻ്റെ പേര് മറന്നുപോയി, ആ ചേച്ചിയുടെ കുട്ടിക്ക് നമ്മൾ അതുപോലെ 25,000 നമുക്ക് കിട്ടിയ. അതായത് ഇതാരും ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പൈസ അല്ല, ഒരു തെറ്റിദ്ധാരണ വരരുത്. യൂട്യൂബ് എനിക്ക് എൻ്റെ റവന്യൂ തന്ന ആ പൈസ നമ്മൾ ഇതുപോലെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മളത് സ്പ്രെഡ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ഇതിലെന്താന്ന് വെച്ചാൽ മെയിൻ ജനങ്ങളെ ഏറ്റെടുത്ത് മറ്റ് യൂട്യൂബ് ചാനലിന്റെ അടിയിലൊക്കെ പോയിട്ട് സിലൂട്ടോക്സ് ചെയ്ത പോലെ ചെയ്യും. അങ്ങനെ ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എനിക്ക് എന്തായാലും വേറൊരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്, വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ബഹളമാണ്. 5 പിള്ളേരുടെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. അത് തന്നെ വലിയൊരു റിലാക്സേഷൻ ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ച് നേടിയതാണ്. അതായത് എനിക്ക് ആദ്യം തന്നെ
എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് 5 മക്കൾ വേണമെന്നുള്ളത്. എൻ്റെ ജീവിക്കാനുള്ള ആകെയുള്ള ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് എൻ്റെ മക്കളായിരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ബാക്കി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇനി അങ്ങോട്ട് മക്കൾ, അവരുടെ സന്തോഷം. നല്ല രസം, പിള്ളേർ ഇങ്ങനെ ഓടിച്ചാടി ബഹളമായിരിക്കും മൊത്തം. എൻ്റെ മക്കളും കൂടെ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ചില സമയങ്ങളിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഞാൻ പോയിട്ട് വേഗം സോപ്പിടും, ചിലപ്പോൾ സെൻറ്റി അടിക്കും, മമ്മി പോവല്ലേ ഒച്ചിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ പിന്നെ അവരങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ വേറെ കഥ അപ്പം എനിക്ക് ഓർമ്മ വന്നത്, ആരെയും അറിയിക്കാണ്ട് കുറേ ഡിഗ്രിയും ഇതേപോലെ സീലും എടുത്തു വെച്ചിട്ടുണ്ടായി. BSc ഇൻ സൈക്കോളജി, പിന്നെ അതുപോലെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അക്യൂപഞ്ചറിൽ. അങ്ങനെ അതൊക്കെ എങ്ങനെയായിരുന്നു? കാരണം അത് രഹസ്യമായിട്ട് പഠിച്ചതാണെന്നുണ്ട്. ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എങ്ങാണ്ട് പോയി പഠിച്ച ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. കയ്യിൽ സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ വരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു കീപാഡ് ഫോൺ പോലും കിട്ടിയത്. പക്ഷെ അപ്പോഴും ഉള്ളിലൊരു ഫയർ ഉണ്ടായിരുന്നു, നമ്മളൊന്നും അല്ലാതായി പോകരുത്. എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ചിറകൾ വിടർത്തി പറക്കാൻ ആഗ്രഹിച്ച് എന്നെ നേരെ കൊണ്ടുപോയി ചേർത്തുന്ന അറബി കോളേജിലാണ്. അപ്പോൾ അറബി കോളേജ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ അല്ലല്ല 10th കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അറബി കോളേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. നമ്മൾ ഈവൻ ഒരു ചുരിദാറാണെങ്കിൽ പോലും സ്ലിറ്റ് ഉണ്ടാവരുത്, ഒരു വളൻ്റെ കൂടുതൽ കയ്യിലിടരുത്, കിലുങ്ങും, സൗണ്ട് കേൾക്കരുത്, ഹീൽസ് ഇടരുത്. അതൊന്നും എനിക്കൊരു പ്രോബ്ലമേ അല്ലായിരുന്നു. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജും ഇപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവിടെ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും നമുക്ക് പ്രവർത്തിക്കാനൊക്കെ പറ്റിയത്. പക്ഷെ നമ്മൾ ഈ ഒരു എന്തെങ്കിലും മെഡിക്കൽ ആയി പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച സമയത്താണ് അറിയുന്നത് ആ ഒരു 2 വർഷത്തെ കോഴ്സ് കൊണ്ട് ഒന്നും ആവില്ല, +1 +2 എടുക്കണം, സയൻസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് വില്ലത്തിന്ന്. എനിക്ക് സയൻസ് എന്ന് കേട്ടപ്പോൾ തന്നെ മാത്സ് ഭയങ്കര പേടിയായിരുന്നു. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാന്നുള്ള ഒരു ഇതിലാണ് NIS ആണ് നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്ന നിലയ്ക്ക് നമ്മുടെ സാറൊക്കെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട്, അത് പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു. അവരുടെ അടുത്തൊക്കെ സമ്മതം ചോദിച്ചിട്ട് ഈ പറയുന്ന പോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് ട്യൂഷന് ഇറങ്ങി പോകുന്നത്. എൻ്റെ മോന് ചെറിയ 2 മക്കളാണ്. അപ്പോൾ മോള് സ്കൂളിൽ പോയിട്ടുണ്ടാവും, LKG പഠിക്കുന്നു. ചെറിയ മോന് 2 വയസ്സ് 1.5 വയസ്സ് അങ്ങനെ എന്തോ ഉള്ളൂ. അവനെ എടുത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് അവൻ പെട്ടെന്ന് ഉറങ്ങുന്ന ആളല്ല, തൊട്ടിയിൽ കിടത്തിയിട്ടായിരിക്കും ഫീഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇങ്ങനെ എടുത്ത് ഫീഡ് ചെയ്തിട്ട് അവനെടുത്ത് തൊട്ടിയിൽ ഇടുമ്പോഴേക്കും അവൻ എണീക്കും. അവൻ എണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അമ്മ നോക്കിക്കോന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഓടിയിട്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ശേഷം BDS ജോയിൻ ചെയ്യാനായിട്ട് പൈസയൊക്കെ കൊടുത്തു വെച്ച് അഡ്മിഷൻ എടുത്തു എന്ന് വേണം പറയാൻ. എനിക്ക് ഓർമ്മയില്ല എത്ര ലക്ഷമാണ് കൊടുത്തതെന്നുള്ളത്. അവിടെ നിന്നാണ് അറിയുന്നത് ഹോസ്റ്റലിൽ നിർബന്ധമായിട്ട് നിൽക്കണം എന്നുള്ളത്. പക്ഷേ ഈ കുട്ടികളെ വിട്ടിട്ട് എങ്ങനെ നിൽക്കും? അപ്പോഴാണ് അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അക്യൂപങ്ക്ചർ, പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നതാണ് ആരും അറിയാത്തത്. അക്യൂപങ്ക്ചർ എടുത്തു, ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ എടുത്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു ഡിഗ്രി വേണം. സോ ഞാൻ അന്വേഷിച്ച സമയത്ത് വീണ്ടും നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സംഭവം, നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ സൈക്കോളജി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ BSc സൈക്കോളജി അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുക്കുകയാണ്. എക്സാംസിനൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ ഞാനൊരു കല്യാണത്തിന് വന്നിരിക്കും. കാരണം ഇത് എക്സാം ഹാളാണ്, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും വിധേന എങ്ങനെയും മുടങ്ങിപ്പോ. ഇതെന്തിനാ സീക്രട്ടൈസ് വെച്ചാൽ എന്തിനാണത് ഈ പഠിക്കാൻ പോണത്? എന്തിനാണോ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി 2 മക്കളെയും വെച്ചിട്ട് പഠിക്കാൻ പോണത്? അതിന്റെ ആവശ്യം എന്താണ്? മക്കളെ നോക്കിയിട്ടിരുന്നാ പോരെ? നമ്മള് അങ്ങനെ ചോദിക്കും. ആ സമയത്ത് ഈ ഇരിക്കുന്ന ഞാനല്ല ആ സമയത്തുള്ളത്. എൻ്റെ ജീവിത വഴികളും എന്നോട് ആൾക്കാർ പെരുമാറിയതും അവരെങ്ങനെയാണോ കണ്ടതും ഇതൊക്കെ ഞാൻ അറിയാതെ മാറി വരുമായിരുന്നു. നമ്മൾ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ, അവരൊക്കെയാണ് ഞാനെന്ന ഈ നിലക്ക് ആള് മാറ്റിയത്. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ അമ്മ എന്ന് പറഞ്ഞല്ലോ, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കുറെ നെഗറ്റീവ് കമന്റ്സ് കണ്ടായിരുന്നു. അമ്മ എന്ന് വിളിക്കാൻ പറ്റൂ, ഉമ്മ എന്ന് വിളിക്കണ്ടേന്നൊക്കെ പറഞ്ഞു. ഞാനിത് ജനിച്ച് വളർന്നപ്പോ തൊട്ട് എൻ്റെ അമ്മനെ അമ്മ എന്നാ വിളിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ചിലർ വിചാരിക്കുന്നു ചാനലിൽ നമ്മുടെ ഹിന്ദു സഹോദരന്മാരെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതൊന്നല്ല, യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് അങ്ങനെ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിലുള്ള മുസ്ലിംസ് അമ്മ എന്നാണ് വിളിക്കുന്നത്. ചിലർ നിങ്ങൾ കൺവേർട്ടായി വന്നതാണോ, നിങ്ങളുടെ അമ്മ ഹിന്ദു ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അതായത് അവർ ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു സറൗണ്ടിങ്സ് മാത്രമാണ് ലോകം, അതിനകത്ത് മാത്രമേ മുസ്ലിംസ് ഉള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ
തിരിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടോ, തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടോ, തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടൊരു നാടുണ്ട്, ഇന്ത്യക്ക് പുറത്ത് അതേപോലെ മുസ്ലിംസ് ഉണ്ട്, അമേരിക്കക്കാരിലും മുസ്ലിംസ് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഉമ്മ എന്നല്ല വിളിക്കുന്നത്. അവരുടെ ലാംഗ്വേജിൽ അവരുടെ ഉമ്മാനെ മര്യാദയോടുകൂടെ എന്താണോ വിളിക്കേണ്ടത് അതാണ് അവർ വിളിക്കുന്നത്. അപ്പം അതും ഈ മതവുമായിട്ട് നമ്മൾ ഇങ്ങനെ താരതമ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. സൈബർ അറ്റാക്ക് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടോ? അറ്റാക്ക് എത്രത്തോളം വരുന്നോ അതിൻ്റെ ഒരു 10,000 ഇരട്ടിക്ക് ഉമ്മമാരായിട്ടും അനിയത്തിമാരായിട്ടും താത്തമാരായിട്ടും സപ്പോർട്ടേഴ്സ് ഉണ്ട്. അറ്റാക്ക് വരുന്നത് മെയിനായിട്ടും ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതുകൊണ്ട് എന്തിന് ഫേസ് കാണിക്കുന്നു, ഫേസ് കാണിക്കാതെ ഇരുന്നൂടെ. ഇനിയിപ്പോൾ ഞാൻ ഫേസ് കാണിക്കാതെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വോയിസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ വോയിസ് കൊടുക്കുന്നതും അവിടെ ഒരു പ്രശ്നമായിട്ട് വരും. സോ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ 4 ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സിലു. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എനിക്കൊന്നും ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നുകൊണ്ടായിരിക്കാം ഇന്ന് ഈ കാണുന്ന ഒരു ലെവലിലേക്ക് സിലുവിന് എത്താൻ സാധിച്ചത്. ഏറ്റവും വലിയ അംബീഷനും സാധിച്ചു കഴിഞ്ഞു. ഇനിയുള്ളൊരു നെക്സ്റ്റ് ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് അതെന്തായിരിക്കും? ഒരു സ്വപ്നം? ഫസ്റ്റത്തെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രസ്റ്റ് ആയിരുന്നു. അത് ഇതുപോലെ ഒരു 6 മാസം മുമ്പ് നമ്മൾ ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ട് തന്നെ ചെയ്തു. കാരണം ഒന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഫാമിലീനെ ബാധിക്കരുത്. അപ്പോൾ അതിൻ്റെ നിയമപരമായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓട്ടിസം ബാധിച്ച മകൻ ഭർത്താവില്ലാതെ ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വരുമാന മാർഗമാക്കി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അത് അൽഹംദുലില്ലാ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ക്ലാസ് ആണ്. എങ്ങനെ പോകും എന്ന് യാതൊരു ഐഡിയ ഇല്ല. കാരണം LLBയിലേക്ക് നമ്മൾ റെഗുലർ ആയിട്ട് ഡെയിലി പോവാണ്. അപ്പൊ ഇപ്പോൾ ഒരു 4 മണിക്ക് 5 മണിക്ക് എണിക്കണം എന്നുള്ളത് 4 മണിക്ക് എണിക്കണം. ചിലപ്പോൾ ഉറക്കില്ലായിരിക്കാം, മേ ബി, അറിയില്ല. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്മോൾ ഫാമിലിയാണ്. ഒരു പറ്റം കുട്ടികളും അവരുടെ വാപ്പയും ഉമ്മയും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.